മോളെ മാളു ഇതൊന്ന് കുടിച്ചു നോക്ക്. ഹായ് എല്ലാരും ഹായ് പറ. നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ കാണുന്ന പോലത്തെ വീഡിയോ ഒന്നല്ല കേട്ടാ, ഒരു ചെറിയ വീഡിയോ ആണേ. അപ്പം നമുക്ക് പോകാം, വീഡിയോയിലേക്ക് പോകാം. എന്താ ഇത് നമ്മുടെ പച്ചക്കറീൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊരു പയറിൻ്റെ തോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ച നമ്മളെ മീൻ കുളം. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ കണ്ട ഒരു നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കണ്ട. അപ്പം നമുക്കൊരു ഡ്രാഗണിൻ്റെ കായ് ഉണ്ടായിട്ടുണ്ട്. ഇതാ കണ്ട, അടിപൊളിയല്ലേ? നമ്മൾ കുറേ ആറ്റി ഉണ്ടായതാണ്. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ആദ്യമായിട്ടാണ് ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുവാണേ. ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പഴുത്തൊന്നും നിനക്കറിയില്ല, അമ്മ പറഞ്ഞു പൊട്ടിക്കാൻ. അപ്പൊ ഞാൻ വെച്ചെന്ന വീഡിയോ എടുത്തു. ഹായ്, അപ്പൊ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡിലുള്ള ഇത് ഞാൻ പറിച്ചു. അപ്പൊ കണ്ടില്ലേ, നല്ല റോസ് കളറാണ് കേട്ടാ. നമ്മള് റോസ് കളർ ആവാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നതാണ്. എല്ലാരും വന്നിട്ട് നമ്മൾ ഇത് മുറിച്ചിട്ട്, അപ്പൊ നമ്മൾ രാത്രി എല്ലാരും വന്നതിന് ശേഷം നമ്മളിത് മുറിച്ചിട്ട് ഇതിന്റെ ഷെയ്ക്ക് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഹായ്, നല്ല റോസ് കളർ. മുന്നേ എല്ലാം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിന്, അന്നേരമെല്ലാം വെള്ള കളർ നമുക്ക് കിട്ടൽ. അപ്പം നമ്മളെടുത്ത് ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ റോസ് കളർ ആയതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ്. നല്ലൊരു കളർഫുൾ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? അപ്പോൾ ഇതാ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടൈപ്പിലാണ് ഇത് മുറിക്കേണ്ടത് കേട്ടോ. എന്നാലേ നല്ല ക്ലിയർ ആയിട്ട് മുറിഞ്ഞു കിട്ടുള്ളൂ. ഞാനിത് പീസ് ആക്കുന്നുണ്ട് നമുക്ക് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് ഷേക്ക് അടിക്കുക. പിള്ളേർ സെറ്റെല്ലാം ഇടി ഉണ്ട് കേട്ടോ, നക്ഷത്രമെല്ലാം തിന്ന് നോക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്നാലും ഇതിൻ്റെ രുചി അത്രയൊരു വലിയൊരു ഇതില്ല, എന്നാലും നല്ല മോശമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ ഷേക്ക് അടിക്കാൻ പോവുകയാണ്. ജാറിലേക്ക് പീസെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് ആദ്യം കറക്കിയെടുക്കും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കട്ടപ്പാൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചേർത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്താ നല്ല പിങ്ക് കളറുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാ ആൾക്കാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഷേക്കായിരുന്നു. പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഹായ്, അപ്പം ഇതാ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നല്ല രസം കേട്ടോ.